സ്വന്തമായി നിങ്ങൾക്ക് തന്നെ ഒരു എ ടൂൾ വെബ്സൈറ്റ് ഉണ്ടാക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ വരുമാനം കിട്ടുന്നതാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വെബ്സൈറ്റും ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ഹോസ്റ്റിംഗ് സർവീസ് ഏതാണ് നല്ലത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഹോസ്റ്റിംഗ് ആണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഡൊമൈൻ പർച്ചേസ് ചെയ്യുക, എങ്ങനെയാണ് ഒരു എ ടൂൾ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നിങ്ങളെ ഭാവിയിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ഇതുപോലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണോ. നിങ്ങൾ കോഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കൊണ്ട് വെബ്സൈറ്റും ആപ്ലിക്കേഷനൊക്കെ സിമ്പിൾ ആയിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതുപോലത്തെ ആപ്ലിക്കേഷനും വെബ്സൈറ്റ് ഒക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, ആ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, എങ്ങനെ ഹോസ്റ്റിംഗ് ചെയ്യാം, എങ്ങനെ ഒരു ഡൊമൈൻ കണക്ട് ചെയ്യാം, എങ്ങനെ സ്ക്രിപ്റ്റ് റൺ ചെയ്യാം, അതിന്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു എ ടൂൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എ ടൂളിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണം. ഹോസ്റ്റിംഗും ഡൊമൈനും പർച്ചേസ് ചെയ്യാണ്ട് ഡൊമൈൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും webtoolmarketing.com പറഞ്ഞത് ഇതിപ്പോൾ എൻ്റെ ഒരു വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ ഗൂഗിളിൽ ഇപ്പോൾ ലൈക്ക് ഇപ്പം സ്കീ ഡെവലപ്പർ സ്കീ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് തന്നെ വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളെ വെബ്സൈറ്റ് ഇപ്പോൾ ആൾക്കാർ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വരാനാണ് നമ്മളിപ്പോൾ ഈ ഒരു നെയിം യൂസ് ചെയ്യുന്നത്. അതാണ് ഡൊമൈൻ വരുന്നത്. അതിൻ്റെ ബേസിക് മാത്രമാണ് ഓക്കെ. പിന്നുള്ളത് ഹോസ്റ്റിംഗ് ആണ്. ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ഐക്കൺസ്, ഈ ടെസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്തത് ഒരു വെർച്വൽ കമ്പ്യൂട്ടറാണ്. അപ്പോൾ നമുക്കൊരു വെർച്വൽ കമ്പ്യൂട്ടർ വാങ്ങണം. അതിനാണ് നമ്മൾ ഈ ഹോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റായിട്ട് നിങ്ങൾ ഇനി എന്ത് ആപ്ലിക്കേഷനോ എന്ത് വെബ്സൈറ്റോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്റ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹോസ്റ്റിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എ ടൂൾ എന്ന് പറയുന്നത്. ഈ എ ടൂളിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾസാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലൈക്ക് യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡ് എന്താണ്, യൂട്യൂബിൻ്റെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്താണ് യൂട്യൂബിൽ ട്രെൻഡ് വരുന്നത്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ലൊക്കേഷൻ ഒന്ന് കൊടുക്കാണ്ട് ഇവിടെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 റിസൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ എന്താണോ ട്രെൻഡ് ആയിട്ടുള്ളത് അതിൻ്റെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കിട്ടും. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുപോലുള്ള ടൂൾസൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസുകളാണ്. അപ്പോൾ ഡെയിലി ആൾക്കാർ നമ്മളെ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ള് കണ്ടോ. ഇതുപോലുള്ള ഒരു എ ടൂൾ നമ്മൾ സിമ്പിൾ ആയിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഹോസ്റ്റിംഗ് ആണ്. ഹോസ്റ്റിംഗും ഡൊമൈൻ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഹോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞ് ഡൊമൈൻ എന്താന്ന് പറഞ്ഞ് ഇനി നമുക്ക് ഹോസ്റ്റിംഗ് എങ്ങനെ പർച്ചേസ് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ബേസിക് പ്ലാൻ ഇട്ടിട്ട് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ കൊണ്ടെടുക്കാനാണ് നിങ്ങൾക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ കൊണ്ടെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ VPS ഹോസ്റ്റിംഗ് എടുക്കാനാണ് കുറച്ചും കൂടി ബെറ്റർ. അതാവുമ്പോൾ എന്ന് വെച്ചാൽ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് സാധാ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ആണെങ്കിൽ WordPressൻ്റെ ഹോസ്റ്റിംഗ് ഉണ്ട്, അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഞാൻ എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി പ്ലാനും ഇയർലി പ്ലാനും ഇതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് മാസത്തേക്ക് കൊല്ലത്തേക്ക് നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പേയ്മെൻറ്റ് കുറയും. അപ്പോൾ ഞാനിപ്പോൾ 1 ഇയറിലേക്കാണ് എടുക്കുന്നത് ഹോസ്റ്റിംഗ്. ഓക്കെ, 1 ഇയറിലേക്ക് ഹോസ്റ്റിംഗ് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് റേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ റേറ്റ് എന്ന് വെച്ചിട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഇതിനുണ്ടാവും. ഇപ്പോൾ 368 റുപ്യേൻ്റെ സാധനത്തിനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൊമൈനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ഡൊമൈനെ ഉള്ളെങ്കിൽ ഒരു ഡൊമൈൻ്റെ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ 10,000 മന്ത്ലി വിസിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ 30 GB SSD ഇതിലുണ്ട്, സ്റ്റോറേജ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അൺലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആണെന്ന് വെച്ചാൽ ആൾക്കാർ കയറി ഇറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ, അത് അൺലിമിറ്റഡ് ആണ് വരുന്നത്. പിന്നെ ഫ്രീ ബാക്കപ്പും പിന്നെ ഡൊമൈൻ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഫ്രീ SSL സർട്ടിഫിക്കേഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ ചില ഹോസ്റ്റിങ്ങിലൊന്നും ഫ്രീ SSL കിട്ടില്ല. ഇനി അഥവാ നിങ്ങളിപ്പോൾ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ട, അത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീഫണ്ട് അടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഹോസ്റ്റിംഗ് വേണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കണം, എന്നാലേ നിങ്ങൾക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ റിക്വസ്റ്റും കൊടുക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 4-5 ഡൊമൈനൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ഒരുപാട് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇനിയിപ്പോൾ വേറൊക്കെ വലിയ ടൂളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ എന്നെ ചോദിച്ചിട്ടുണ്ട് നല്ലൊരു ഹോസ്റ്റിംഗ് സർവീസ് പറഞ്ഞു തരാൻ. കാരണം പല ഹോസ്റ്റിംഗ് ഉണ്ട്, പക്ഷേ അതിൽ ഇങ്ങനത്തെ
ഇതുപോലത്തെ സർവീസ് വരുന്ന ഹോസ്റ്റിംഗ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ ഏതാണ്, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഹോസ്റ്റിംഗ് ഏതാണ്, അത് കുറേ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്താലോ. ഇവിടെ ഓർഡർ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് പ്ലാനാണ് എടുക്കുന്നത്. ഓർഡർ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരാം. ഇവിടെ ആണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ നിങ്ങളെ ഡൊമൈൻ നെയിമാണ് കൊടുക്കേണ്ടത്. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ ഓൾറെഡി ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ ആ ഡൊമൈൻ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൊമൈൻ നെയിം ഇപ്പോൾ ഞാനിപ്പോൾ സ്കീ ഡെവലപ്പർ ഇവിടെ .com എന്നുള്ള കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉള്ള ഡൊമൈനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ ഡൊമൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫസ്റ്റത്തെ രജിസ്റ്റർ ന്യൂ ഡൊമൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പുതിയൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണും. ഡൊമൈൻ നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ChatGPT പോലത്തെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിലൊക്കെ നല്ല ഡൊമൈൻ നെയിം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഡൊമൈനാണ്. ഓക്കെ, ഇതെന്തോ ലക്കിക്ക് കിട്ടിയതാണ്. AI ടൂൾസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമൈനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ കീവേഡ്സ് വരുന്ന, നല്ല രീതിയിൽ സർച്ചിങ് വരുന്ന ഒരു ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഡൊമൈൻ്റെ നെയിം അടിച്ചു. എന്നിട്ട് ഓക്കെ, AI ടൂൾസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ .com എന്നാണ്. ഇവിടെ ഞാൻ .in ആണ്. ഇപ്പം നമുക്ക് ഇന്ത്യ ബേസ് മതി. ഓക്കെ, നിങ്ങൾക്ക് .com എടുക്കണമെങ്കിൽ .com എടുക്കട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഈ ഡൊമൈൻ നെയിം. ഇതൊന്നും കിട്ടൂല, കാരണം എല്ലാവരും എടുത്ത് വെക്കുന്നതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഓക്കെ, ഈ ഒരു ഡൊമൈൻ നെയിം ഭയങ്കര SEO ആയിട്ടുള്ള ഡൊമൈൻ നെയിമാണ്. അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ബേസ് ആയിട്ടുള്ള ഒരു ഇത് നോക്കുക. പിന്നെ നിങ്ങൾ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കാനാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ സെർച്ച് ചെയ്തുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ പരസ്യം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല. ഈ ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടുള്ളൊരു ടൂളിൻ്റെ ഒരു നെയിമൊക്കെ ഇടണം. ലൈക്ക് ChatGPT കണ്ടില്ല, അങ്ങനെ ഒരു ടൂളിൻ്റെ ഒരു കറക്റ്റ് നെയിം ഇടണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ചെക്ക് നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഡൊമൈൻ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇതാ ഡൊമൈൻ അവൈലബിൾ ആണ്. 800 സംതിങ് ആണ് ഡൊമൈൻ റേറ്റ് വരുന്നത്. ഇവിടെ എട്ട് കാർട്ട് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, എട്ട് കാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ ആനുവലി പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇയർലി ആണ് കൊടുത്തിട്ടുള്ളത്. ഇയർലി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര രൂപ ടോട്ടൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ, നിങ്ങളെ സർവർ ലൊക്കേഷൻ എവിടെയാണ് വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സർവർ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. നമ്മളത് ഏഷ്യയാണ്. ഏഷ്യ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മുംബൈ ഇന്ത്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കാരണം നമ്മളിത് ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തേക്കാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ കൺട്രിയത്തെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ്റെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം പുറത്തത്തെ കൊടുത്തേക്കാണെങ്കിൽ ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുത്ത് അവിടുന്ന് റെസ്പോൺസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ലോഡിങ്ങിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ മുംബൈ ആണ് കൊടുക്കുന്നത്, ഇന്ത്യയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് SSL സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ പേയ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതേമാതിരി തന്നെ നേരെ നമുക്ക് ഇതാക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ പ്ലാനും ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മന്ത്ലി മതി. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇനി ഇത് കൊണ്ട് നടക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾ കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയർലി ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ മന്ത്ലിയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലാൻ ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ AI ടൂൾ ഫ്രീ എന്ന് പറഞ്ഞ .in എന്ന് പറഞ്ഞ ഈ ഒരു ഡൊമൈനാണ്. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ടോട്ടൽ 1000 സംതിങ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് GST കാര്യങ്ങൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. ഇനി ഡൊമൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ. പക്ഷേ ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ബെസ്റ്റ് റേറ്റിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂപ്പൺ കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂപ്പൺ കോഡ് കൊടുക്കാം. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ കൂപ്പൺ കോഡ് വേണമെങ്കിൽ കൂപ്പൺ കോഡും കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെക്കൗട്ട് പേജിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനുണ്ടാവും. നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യണ ഓപ്ഷൻ ഉണ്ടാവും. പാസ്വേഡും കൂടി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടിക്കുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ബാങ്ക് വേണമെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ,
കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെക്കൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ സർവീസും ഡൊമൈനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ജിമെയിൽ കൊടുത്തിട്ടില്ല, ആ ജിമെയിലേക്കൊന്ന് കയറാം. ജിമെയിൽ കയറിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ഓർഡർ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൊമൈൻ രജിസ്ട്രേഷൻ്റെ ഇപ്പം നമുക്കൊരു കൺഫർമേഷൻ ഇതുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ ഡൊമൈൻ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഡൊമൈൻ വെരിഫൈ ചെയ്യേണ്ട ഒരു മെയിലും കൂടി വരുന്നുണ്ട്. ഇത് അവിടെ നിങ്ങൾക്ക് വെരിഫൈൻ്റെ ഈ ഒരു ബട്ടൺ ഉണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഡൊമൈൻ ഒന്ന് വെരിഫൈ ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഡൊമൈൻ വെരിഫൈ ആയിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് നമ്മളതിലേക്ക് പോവാം. ഇപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗ് കൊടുത്ത് അതുപോലെ തന്നെ ഡൊമൈനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഡൊമൈനും ഹോസ്റ്റിംഗ് എങ്ങനെ കണക്റ്റ് ആക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇനി ഇവിടെ മാനേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗ് ആക്റ്റീവ് ആയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്റ്റീവായി കിടക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഡൊമൈൻ ഉണ്ടെങ്കിൽ ഡൊമൈൻ ആഡ് ചെയ്യാനും അങ്ങനെ ബാക്കപ്പിൻ്റെ ഓപ്ഷനും എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഫ്രീ ആകുമ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ എന്ന് വെച്ചിട്ടാണെങ്കിൽ സി പാനലിലേക്ക് ലോഗിൻ ആവണേ. നമ്മളിനി ഫയലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് സി പാനലിലാണ്. അപ്പോൾ സി പാനലിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. സി പാനലിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ഫയൽ മാനേജറാണ്. ഓക്കെ, സി പാനലിലേക്ക് ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ സി പാനലിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ വേർഡ് പ്രസിൻ്റെ ഒക്കെ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഡൊമൈൻ വരുന്നത്. ഡൊമൈൻ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡൊമൈൻ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല, കാരണം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ആയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഡൊമൈൻ നമുക്ക് ആക്റ്റീവ് ആക്കി എടുക്കണം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് നമുക്ക് സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്നും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രിപ്റ്റ് എങ്ങനെയാണ് റൺ ആക്കുന്നത്, സ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതും കൂടി നമുക്ക് കാണാം. ടൂളാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതുപോലെ ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, $38 ഈ ഒരു സ്ക്രിപ്റ്റിന് വരുന്നത്. ഈ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ നമ്മളൊരു കോസ്റ്റ് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു 4000-5000 ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കിത് ഒരു 50,000 അല്ലെങ്കിൽ 40,000 ഉറുപ്പികയൊക്കെ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ലൈക്ക് മറ്റുള്ള ആൾക്കാർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ കോസ്റ്റ് എന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് വരും. ഓക്കെ, പിന്നെ നമുക്ക് ബഗ്ഗും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ടൂൾ എന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് AdSense ഗൂഗിളിൻ്റെ AdSense അപ്രൂവലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ടൂൾസ് ഉണ്ട് എന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇത്രയും ടൂൾസ് ഈ ഒറ്റൊരു സ്ക്രിപ്റ്റിൽ വരുന്നുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇവിടെ ഏഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ചെക്കൗട്ട് പേജിലേക്ക് പോവാം. ഓക്കെ, ചെക്കൗട്ട് പേജിൽ പോയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ, ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇവിടെ ഡൗൺലോഡിംഗ് ബട്ടൺ കാണാൻ പറ്റും. ഡൗൺലോഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഫയൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ഫയല്. ഈ ഫയൽ എങ്ങനെ നമുക്ക് ഇനി ഒരു വെബ്സൈറ്റ് ആക്കി മാറ്റാം, ഈ ഒരു ടൂൾ എങ്ങനെ റൺ ആക്കാം എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫയൽ കാണാൻ പറ്റും. ആ ഫയൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് കിട്ടും. ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, ഇതെങ്ങനെ യൂസ് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇപ്പോൾ ഇതാ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇതിൽ കാണാൻ പറ്റും. ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ തിരിച്ച് നമ്മൾ ഇതിലേക്ക് വരാം, ആ ഫയലിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ സോഴ്സ് ഫയൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാം. ഇവിടെ ഓപ്പൺ ആക്കി, ഇതാണ് നമ്മളെ ഫയൽ വരുന്നത്. ഈ ഫയൽ ഒന്ന് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫയൽസ് ഒക്കെ കാണാൻ പറ്റും. ഈ ഫയൽസ് ആണ്, ഈ സ്ക്രിപ്റ്റ് ആണ് നമ്മളൊരു വെബ്സൈറ്റ് ആക്കി മാറ്റുന്നത്, ഒരു ടൂളാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫയൽ. ഈ ഫയലൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ബാക്ക് അടിക്കാം. നമ്മളിതാ ഈ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് പുറത്തേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തിടാണ്. ഓക്കെ, ഇതാണ് ആ സ്ക്രിപ്റ്റ്, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സ്ക്രിപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. തിരിച്ച് നമ്മളെ സി പാനലിലേക്ക് പോകാം. സി പാനലിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു വീഡിയോൻ്റെ ബാക്കോട്ട് പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ സി പാനലിൽ മേലോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ ഫയൽ മാനേജർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ പബ്ലിക് HTML എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം.
ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫയൽ കാണാൻ പറ്റും. ഈ ഫയൽ നമുക്ക് വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സ്കിപ്പ് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫയൽ അപ്ലോഡ് ചെയ്യണം. ഇവിടെ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെലക്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളെ ഫയൽ സെലക്ട് ചെയ്യുക. ഈ ഫയലല്ല കേട്ടോ, ഈ കോഡ് കനേൻ്റെ ഈ ഫയലല്ല, രണ്ടാമത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഈ ഫയലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഫയൽ കൊടുത്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ആ ഫയലിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ എക്സ്ട്രാക്ട് ഫയൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒന്ന് ചേഞ്ചസ് നടത്തണ്ട, പബ്ലിക് HTML എന്നാണ് നോക്കിയാൽ മതി. ഇവിടെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമ്മളെ ഫയൽ എക്സ്ട്രാക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഫയൽസൊക്കെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ക്ലോസ് അടിക്കാം. ക്ലോസ് അടിച്ച് കാണാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ കൊടുത്ത ഫയൽസ് മൊത്തം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഫയൽ കാണാൻ പറ്റും. ഈ ഫയൽ നമുക്ക് സിപ്പ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ് നമുക്കൊന്നും കൂടി നോക്കാണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള നമ്മുടെ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കാം. ഇവിടെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇതെങ്ങനെയാണ് ആക്കുന്നതൊക്കെ കറക്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരും. എന്നാലും ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ട് മലയാളത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് കാണെങ്കിൽ ഇത് മുകളിലത്തെ ഭാഗം മൊത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഡൊമൈൻ പാത്ത് /ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡൊമൈൻ ഇപ്പോൾ ഈ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഒന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്ത് നമ്മളെ വെബ്സൈറ്റിൽ കയറാം. വെബ്സൈറ്റിൽ കയറിയിട്ട് ഡൊമൈനിലേക്ക് പോകാം. ഡൊമൈൻ നെയിം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ ഡൊമൈൻ നെയിം വരുന്നത്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡൊമൈൻ നെയിമിലേക്കൊന്ന് സിംപ്ലി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഓട്ടോമാറ്റിക് റീഡയറക്റ്റ് ആവും. ഇനി റീഡയറക്റ്റ് ആവാത്ത ആൾക്കാർ സ്ലാഷ് ഇടാം. സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞില്ലേ, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരാം. ഇവിടെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ SSL ആക്റ്റീവ് ആയിട്ടില്ല, SSL നമുക്ക് ലാസ്റ്റിലേക്ക് ആക്റ്റീവ് ആക്കാം. ചില ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടാണെങ്കിൽ എസ് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് സെക്യൂർ അല്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആക്കാം. ഇവിടെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഏകദേശം ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇവിടെ ടിക്ക് മാർക്ക് അല്ലാത്തത് നിങ്ങൾ ക്ലിയർ ചെയ്ത് ടിക്ക് മാർക്ക് ആക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇവിടെ പർച്ചേസ് കോഡ് ചോദിക്കുന്നുണ്ട്, പർച്ചേസ് കോഡ് മറക്കരുത്. ഓക്കെ, അതെങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പർച്ചേസ് ചെയ്ത വെബ്സൈറ്റ് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ, ഇവിടെ നിങ്ങളെ പ്രൊഫൈലിൽ ഐക്കൺ ഉണ്ടാവും, ഇവിടെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയർ. ഇവിടെ ഡൗൺലോഡിങ് ബട്ടൺ ഉണ്ടാവും, ഈ ഡൗൺലോഡിങ് ബട്ടൺ ഒന്ന് സിംപ്ലി ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈസൻസ് സർട്ടിഫിക്കേഷൻ പർച്ചേസ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണുക ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ഈ ഫയൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ലൈസൻസ് കാണാൻ പറ്റും. ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഐറ്റം പർച്ചേസ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ലൈസൻസ് കോഡാണ്. ഇത് പുറത്തേക്ക് എവിടേക്കും ഷെയർ ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ ഒഫീഷ്യൽ പ്രൈവറ്റ് ആയിട്ടുള്ള കോഡാണ്. ഓക്കെ, അപ്പം തിരിച്ച് നമുക്ക് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകാം. ഇവിടെ പർച്ചേസ് കോഡ് അടിച്ചു കൊടുക്കാം. ഓക്കെ, പർച്ചേസ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് അവിടെ തന്നെ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്, അവിടെ തന്നെ നോട്ടെ. പിന്നെ ഇവിടുത്തെ പോർട്ട് അവിടെ നോട്ടെ. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ഡാറ്റാബേസ് നെയിമും അതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഇവിടെ അതുപോലെ തന്നെ നിന്നോട്ടെ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് നെയിം, ഇനി നമുക്ക് ഡാറ്റാബേസ് നെയിം ക്രിയേറ്റ് ചെയ്യണം. തിരിച്ച് നമുക്ക് cPanel പോകാം. ഇതാണ് നമ്മുടെ cPanel വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി ഡാറ്റാബേസ്, യെസ്, മാനേജ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം നമുക്ക് പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് കണ്ടോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ ഡാറ്റാബേസ് എന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ടൂൾ ഫ്രീ, പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ ജസ്റ്റ് ഇവിടെ കൊടുത്താണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പേര് തന്നെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡാറ്റാബേസിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഡാറ്റാബേസിൻ്റെ നെയിം നമ്മൾ കോപ്പി ചെയ്യുകയാണ്. ഈ നെയിമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ നെയിം ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ Ctrl+V ക്ലിക്ക് ചെയ്താൽ ഇത് പേസ്റ്റ് ആവുന്നതാണ്. ഇനി റൂട്ട് യൂസർ നെയിം നമുക്ക് വേണം. അപ്പോൾ യൂസർ നെയിം തിരിച്ച് ബാക്ക് അടിക്കാം. തിരിച്ച് ബാക്ക് അടിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂസർ നെയിം നിങ്ങൾക്ക് വേണ്ടത് കൊടുക്കാം. ഞാൻ
സ്കീന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് യൂസർ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ഇനി പാസ്വേഡ് സെലക്ട് ചെയ്യാണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഇനിയിപ്പോൾ പാസ്വേഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ പാസ്വേഡ് ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾക്ക് വേറെ ഞാൻ ഇപ്പോൾ ഈ ഒരു പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ യൂസ് ആ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ഈ പാസ്വേഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ അത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് നമ്മളെ സൈറ്റിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം ഉണ്ട്. യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഇപ്പോൾ യൂസർ നെയിം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ യൂസർ നെയിം. ഇത് അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ മറക്കരുത് ഇവിടെ ഡാറ്റാബേസ് ഇവിടെ നിങ്ങൾക്ക് ഏഡ് യൂസർ ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് യൂസറിൻ്റെ ഇതും പിന്നെ ഡാറ്റാബേസ് ഇതിൽ കാണാൻ പറ്റും. ഇത് ഏഡ് ചെയ്ത് വെക്കണം, അത് മറക്കരുത്. ഇവിടെ ഏഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾ ഫയൽ ക്ലിക്കാം. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ഏഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. യൂസറും പാസ്വേഡും വെച്ചിട്ട് കണക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാൻ പറ്റി. കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്, ഒരു പാസ്വേഡ് 1 2 3 4 5 6 ജസ്റ്റ് ഒരു പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലോഡ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ പാസ്വേഡ് സേവ് ആയിട്ടുണ്ട്. ഇവിടെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. ഓക്കെ നമ്മളിപ്പം വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ് നമ്മൾ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മളൊരു എ ടൂൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്മിൻ പാനലിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം, ഇതിൻ്റെ ഇവിടെ ഈ പേര് കണ്ടോ, ഈ പേര് നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇവിടെ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇവിടെ ഐക്കൺസ് വരും, ഐക്കൺസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ കംപ്ലീറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. സിമ്പിൾ ആയിക്കൊണ്ടാണ് നമ്മൾ ഒരു കോഡിങ്ങും ഇല്ലാതെ തന്നെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലാംഗ്വേജ് എന്ന് വെച്ചാൽ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടാണെന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മളെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് മോഡ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ SSL ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് SSL ഒന്ന് ആക്റ്റീവ് ആക്കാനുണ്ട്. അപ്പോൾ നമ്മൾ SSL ആക്റ്റീവ് ആക്കാൻ തിരിച്ച് നമ്മളെ സി പാനലിലേക്ക് പോകാം. സി പാനലിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബാർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് SSL എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ ഇവിടെ SSL എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ ഇവിടെ നിങ്ങൾക്ക് മാനേജ് SSL സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ. ഇവിടെ ഡൊമൈൻ്റെ ഇവിടെ നമ്മൾ ഡൊമൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഡൊമൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോ ഫില്ല് ക്ലിക്ക് ചെയ്യാം. ഓട്ടോ ഫില്ല് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇവിടെ നമുക്ക് SSL ഇവിടെ ഓട്ടോമാറ്റിക് ആക്റ്റീവ് ആവുന്ന കാണാൻ പറ്റും. ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ SSL ഈ ഒരു ഡൊമൈനിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ ഇപ്പോൾ SSL ആക്റ്റീവ് ആയിട്ടില്ല. ആക്റ്റീവ് എന്തായാലും 24 മണിക്കൂർ എടുക്കും. 24 മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ സെക്യൂറിൻ്റെ ഒരു ഓപ്ഷൻ വരും, എന്നുവെച്ചാൽ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അതുവരെ വെയിറ്റ് കഴിഞ്ഞ് അഥവാ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ബട്ടൺ ഉണ്ട്. ചാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് SSL ഒന്ന് ആക്റ്റീവ് ആക്കി തരാൻ പറഞ്ഞാൽ മതി. ജസ്റ്റ് Gmail അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു SSL ഒന്നുകൂടി അവർ സ്പീഡാക്കി തരും. ഓക്കെ ഇവിടെ നമ്മൾ SSL ആക്റ്റീവ് ആയിട്ടില്ല. ഓക്കെ ഇനി നമുക്കിത് ലോഗിൻ ചെയ്യാം. ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യണം. നമുക്ക് ഇതിൻ്റെ പേര് കാര്യങ്ങൾ ഇതൊക്കെ മാറ്റാനുണ്ട്. ഈ ലോഗിൻ്റെ ബട്ടൺ ഉണ്ടാവും. ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത Gmailഉം പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാണ്. ഇപ്പോൾ ലോഗിൻ ആവുന്നുണ്ട്. ഓക്കെ ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിൻ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷനിൽ തന്നെ അഡ്മിൻ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടാണെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എത്ര ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ട്, എത്ര ആൾക്കാർ പോയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നമ്മളെ ഈ ഒരു അഡ്മിൻ പാനലിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബ്ലോഗ് പോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ഇപ്പോൾ പുതിയ AI ടൂൾ വന്നിട്ടുണ്ട്, പുതിയ AI വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യുക അത് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ChatGPTയോ മറ്റുള്ള ടൂളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റ് പോലെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ A to ന്യൂ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
ഇവിടെ പോപ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണോ ടൈറ്റിൽ കൊടുക്കേണ്ടത് ടൈറ്റിൽ കൊടുക്കാം. ഇമേജ് വേണമെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യാം. പിന്നെ സെൽഫായിട്ട് തന്നെ കൊടുക്കാം. ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഇത് ആവും. ആഡായിക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഇമേജ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ ഇതുപോലെ ഇമേജ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏഡ് ന്യൂ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൾട്ടി കൺട്രീസിൻ്റെ ഇത് ലാംഗ്വേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷ് ആഡ് ചെയ്യാൻ പറ്റും, അറബിക്ക് വേണം അറബിക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ലാംഗ്വേജും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാണെങ്കിൽ പുറത്തുനിന്നൊക്കെ നല്ല ട്രാഫിക് വരാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് വെച്ചാണെങ്കിൽ വ്ളോഗ് പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഹെഡിങ് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ ടൈറ്റിലും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ടൈറ്റിൽ ഐഡ് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ ഐഡ് ചെയ്യാം. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഞാനിത് ബേസിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, ബാക്ക് അടിച്ച് ഇതിപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്ത് കാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാണെങ്കിൽ പേജസ് ആണ്. പേജസിൻ്റെ ഓപ്ഷൻ ക്ലിക്കാം. ഓൾ പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്കാം. ഓൾ പേജസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മൾ 3 പേജസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ 3 പേജസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ വെബ്സൈറ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്ളോഗ്, അതുപോലെ തന്നെ റിപ്പോർട്ട് ലിങ്ക്, അതുപോലെ തന്നെ കോൺടാക്റ്റ്. ഈ 3 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വ്ളോഗിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഇതുപോലെ നമ്മൾ വ്ളോഗ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇതുപോലെ വ്ളോഗ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് റിപ്പോർട്ട് ലിങ്ക് ഏതെങ്കിലും ലിങ്ക് വർക്ക് ചെയ്യാത്ത ബഗ്ഗോ കാര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തോളും. ഓക്കെ, പിന്നെ കോൺടാക്റ്റ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേജ് ഇവിടെ വേണമെങ്കിൽ, കസ്റ്റം പേജ് വേണമെങ്കിൽ, ലൈക്ക് പ്രൈവസി പോളിസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ ആഡ് ന്യൂ പേജ് ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ സബ് ടൈറ്റിൽ കൊടുത്ത് ന്യൂ ഇമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമേജ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പേജസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് OTP ലിസ്റ്റ് ആണ്. ഈ കാര്യങ്ങളൊന്നും ഇപ്പം എനബിൾ ആക്കണ്ട, ഇപ്പോൾ ഡിസബിൾ ആക്കിയിടുക. കാരണം ആൾക്കാർക്ക് ലോഗിൻ്റെ ഓപ്ഷൻ ഇപ്പം വേണ്ട. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിൽ അപ്ഡേഷൻ വരും. എനിക്കാണെങ്കിൽ ഇതിൽ സബ്സ്ക്രിപ്ഷൻ മോഡലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാണെങ്കിൽ മാത്രം ഇത് ഓൺ ആക്കി ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇതിൽ ലോഗിൻ്റെതും ലോഗിൻ്റെ അവിടെ നോട്ടെ രജിസ്റ്ററിൻ്റെ ഓപ്ഷന് ഡിസബിൾ ആക്കി ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഫോർഗെറ്റ് പാസ്വേഡ് ആണെങ്കിൽ ഫോർഗെറ്റ്, ഇപ്പോൾ അതിൻ്റെ ആ ലോഗിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കസ്റ്റമറിൻ്റെ ഡാറ്റൻ്റെ ഇഷ്യൂസ് ഇവിടെ ഇല്ല. അതൊക്കെ നമുക്ക് ഓഫാക്കി ഇടാം. റീസെറ്റ് പാസ്വേഡിൻ്റെ ഒക്കെ ഓഫാക്കി ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓൺ ആക്കി ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ എനേബിൾ നിന്ന് ക്ലിക്ക് ചെയ്തത് ഓൺ ആക്കി ഇടാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്, ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ഓൾ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മളെ ടൂൾസ് ഒക്കെ വരുന്നത്. ലൈക്ക് ഞാനിപ്പം വെബ്സൈറ്റ് പോവാണ്, തിരിച്ച് നമ്മളെ സൈറ്റ് പോവാണ്, ജസ്റ്റ് മേലോട്ട് സ്ക്രോൾ ചെയ്യാണ്. ഇപ്പോൾ ഇത് കണ്ടോ, യൂട്യൂബ് ടൂൾസ്. ഈ യൂട്യൂബിൻ്റെ ടൂൾസാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടൂൾസാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടൂൾസാണ്. ട്രെൻഡിങ്, ഹാഷ്ടാഗ് ജനറേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ടൂൾസാണ്. ഇതുപോലെ നിങ്ങൾക്കും കസ്റ്റമൈസ് ആയിട്ടുള്ള ടൂൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ടൂളൊക്കെ വന്നിട്ടാണെങ്കിൽ എന്താക്കാം, നമ്മൾ പുതിയ വീഡിയോ ഇടും, ആ വീഡിയോയിൽ ലിങ്കായിട്ട് ഇത് കൊടുത്താൽ മതി, ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആൾക്കാർ ഇതിലേക്ക് കയറുന്ന അനുസരിച്ച് നമുക്ക് റവന്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം. ഇതിൽ കുറേ ടൂൾസ്, നിങ്ങൾക്ക് വേണ്ടാത്ത ടൂൾസൊക്കെ ഡിസബിൾ ആക്കാനും എല്ലാത്തിനും കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഏഡ് കസ്റ്റം ടൂൾസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ പൊസിഷൻ ഒന്ന് കൊടുക്കാം. ലിങ്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിൻ്റെ VO3 ഇതെടുത്ത് ഫ്ലോ ഉണ്ട്, അത് ഞാൻ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കാറ്റഗറി സെലക്ട് ചെയ്യുക. ഏത് കാറ്റഗറിയിലാണ് വരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇതൊരു വെബ് ടൂളല്ലേ, ഞാൻ ഓക്കെ, വെബ് ട്രാക്കിംഗ് ടൂൾ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഇതിലേക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട്, ടാഗ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ടാഗ് ചെയ്തുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിലാണ് വരിക. ഈ ഒരു ഓപ്ഷൻ കള്ളിയിലേക്ക് അത് വരിക. നിങ്ങൾക്ക് കസ്റ്റമായിട്ട് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അവിടെ കാറ്റഗറീൻ്റെ ഓപ്ഷനിലായി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ നമുക്ക് ഇനി ഐക്കൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐക്കൺസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു ഐക്കൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാൻ ഇവിടെ ഐക്കൺ അപ്ലോഡ് ആവുന്നതാണ്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് സക്സസ്ഫുള്ളി ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കാണാൻ അവിടെ ആഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ആഡ് ആക്കിയപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് റീഫ്രഷ് ചെയ്ത് തരാം.
ഓക്കെ, ഈ ഒരു ടൂളിലാണ് ഇത് ഏഡ് ആവാൻ പോകുന്നത്. പക്ഷേ ഇത് ഇവിടെ ഏഡ് ആയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഏഡ് ആക്കിയത് സംഭവം ഇതിൽ വന്നിട്ടില്ല. ജസ്റ്റ് തിരിച്ച് അതിലേക്ക് തന്നെ പോവാം. ഇവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണുക, കണ്ടോ ഇവിടെ നമ്മളൊന്നും ഏഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ മൾട്ടി ലാംഗ്വേജ് വരുന്നുണ്ട്. ലൈക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം, മേലോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹിന്ദി വരുന്നുണ്ട്, അതുപോലെ തന്നെ പല ലാംഗ്വേജസ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജസിൽ ഏഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ അറബിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു ലാംഗ്വേജസ് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ലാംഗ്വേജ് മൊത്തത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഫുള്ള് അറബിക് ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അറബിക് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമ്മളിവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ പരസ്യം കൊടുക്കുകയാണെങ്കിൽ, പരസ്യം എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പരസ്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ലിങ്ക് കൊടുക്കുമ്പം ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് തിരിച്ച് ചേഞ്ച് ആക്കാം. നമുക്ക് ഇംഗ്ലീഷിലേക്ക് തന്നെ വരാം. ഓക്കെ, ഈ പിന്നെ ലിങ്ക് കൊടുക്കുമ്പോൾ ലിങ്കൊക്കെ കൊടുക്കുമ്പോൾ അപ്ലിക്കേറ്റ് ലിങ്കൊക്കെ കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ടൂളിൽ ആഡ് ചെയ്യുന്ന ലിങ്കിൻ്റെ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ അതിൽ അപ്ലിക്കേറ്റ് ലിങ്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 500 റവന്യൂ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൽ തിരിച്ച് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ടൈറ്റിൽ ഞാനിപ്പം ഗൂഗിൾ AI, ഈ ഒരു സംഭവം എന്ന് വെച്ചാണെങ്കിൽ കുറച്ചും കൂടിയും SEO ഉണ്ടാവും. VO3 സോറി. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡോമോ ആക്കിയിട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല SEO ആയിട്ടുള്ളതൊക്കെ ChatGPT-നോടൊക്കെ ചോദിച്ച് കാണുമെങ്കിൽ കിട്ടും. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇൻഡെക്സ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ക്രിയേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്രിയേറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇപ്പം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. വെബ്സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നല്ല സ്പീഡുള്ള ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ കുറച്ചും കൂടി താഴോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ നമ്മൾ അപ്ലോഡ് ചെയ്ത ഐക്കണും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈറ്റിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള ലിങ്ക് കൊടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേറെ ലിങ്ക് കൊടുത്താണ്, പക്ഷേ ആൾക്കാർ നമ്മൾ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കൊണ്ട് എത്ര ടൂൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പിന്നെ കസ്റ്റം ടൂൾസ് ആണ്, ഇതിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ടൂൾസ് ആണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ തന്നെ നോട്ട്, നിങ്ങൾക്ക് വേറെ ടൂൾസ് ഇഷ്ടം പോലെ ടൂൾസുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മളെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്താൽ മതി. അവർക്ക് നമ്മളെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ നമുക്ക് പരസ്യം വെക്കാൻ പറ്റും, ഈ സൈഡിലൊക്കെ നമുക്ക് പരസ്യം വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് റവന്യൂ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇത് എന്ന് വെച്ചാണെങ്കിൽ മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ നമ്മളെ വെബ്സൈറ്റും ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുകയാണെങ്കിൽ ഒന്നും പറയേണ്ട, നല്ലൊരു എമൗണ്ട് തന്നെ സമ്പാദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ കാറ്റഗറീസ് ആണ്. കാറ്റഗറീസ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 1, 2, 3, 4 കാറ്റഗറീസ് ആണുള്ളത്. ഈ 4 കാറ്റഗറീസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ടൂളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ കാറ്റഗറീസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഹിസ്റ്ററി അതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, സെറ്റിങ്സ് ബട്ടൺ ആണ്. സെറ്റിങ്സ് ബട്ടണിൽ ജനറൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെറ്റിങ്സ് ബട്ടണിലാണ് നമ്മളെ ഇതിൻ്റെ സൈറ്റിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ മോഡിഫൈ ചെയ്യാണ് സൈറ്റ്. ഇനിയിപ്പോൾ ഇവിടെ പേര് മാറ്റണം, ഇവിടെ ലോഗോ മാറ്റണം, ഇതൊക്കെ അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് മൊത്തത്തിൽ മാറ്റിയെടുക്കാം, നമ്മളെ സ്വന്തം വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പേര് ഇതൊക്കെ മാറ്റണം. ഓക്കെ, അപ്പോൾ ജനറൽ സെറ്റിങ്സിൽ വന്ന് കാണെങ്കിൽ ഇവിടെ നെയിമിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നെയിം നമുക്ക് AI ഫ്രീ ടൂൾസ്. ഓക്കെ, AI ഫ്രീ ടൂൾസ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇമേജ് മാറ്റണമെങ്കിൽ ഇതാ ഈ ഇവിടെയുള്ള ഇമേജ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ചേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി കളർ, ഈ വെബ്സൈറ്റിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കളറിലേക്ക് ഒന്ന് ഇട്ടോട്ടെ. ഓക്കെ, വെബ്സൈറ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലർ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതാക്കാം. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതിൽ ഓൺ ആക്കാം, ഓഫ് ആക്കാം. ലോഡിങ്ങിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൽ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗൺലോഡിംഗ് ഫയൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ഇത് കൊടുക്കാം, AI ടൂൾസ് ഫ്രീ. ഓക്കെ,
ഇത് കൊടുക്കാം. അതുപോലെ തന്നെ ലിങ്ക് ഇനിയിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ലിങ്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഓഫാക്കി ഇടാം. ഓക്കെ, ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. ഈ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സേവ് ആക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് കണ്ടോ, ഇവിടെ കളറ് മാറിയത്. ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിക്കൊണ്ട് തന്നെ കളറ് മാറ്റാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ നെയിമും ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് കാണിച്ചു തരാം. തിരിച്ച് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോവാം. എന്ന് വെച്ചാണെങ്കിൽ നമുക്ക് പേജസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾ പേജസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓൾ പേജസ് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇതാണ് നമ്മൾ ഹോം പേജ് വരുന്നത്. ഈ ഹോം പേജ് ഉണ്ടല്ലോ, ഈ ഫുൾ ഹോം പേജ് വരുന്നത് ഇതാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ഇതിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ന് വെച്ചാണെങ്കിൽ എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എഡിറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ടൈറ്റിൽ മാറ്റാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗോ മാറ്റണമെങ്കിൽ ലോഗോ മാറ്റാം. ഞാൻ ജസ്റ്റ് സേവ് അടിക്കുകയാണ്. ഓക്കെ, സേവ് അടിച്ചപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽ മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ആവില്ല. നമ്മളിവിടെ എത്ര ചേഞ്ച് ചെയ്താലും ചേഞ്ച് ആവില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇതിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അപ്പോൾ ആൾക്കാർ വേറെ ലാംഗ്വേജിലേക്ക് ഇടുമ്പോൾ അത് മാറാൻ പാടില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ ഇതിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് ChatGPT ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബെസ്റ്റ് SEO ആയിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തിരിച്ച് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകാം. ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കാണെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ എല്ലാ രീതിയിലും ചേഞ്ച് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ വെബ്സൈറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ള ഈ ലോഗോ ആണ്. ഈ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഇപ്പോൾ ഞാൻ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിച്ചിട്ടാണെങ്കിൽ ഇതാ ഈ ലാംഗ്വേജ് മാറ്റുമ്പോൾ ഇപ്പോൾ വേറൊരു ലാംഗ്വേജിലേക്ക്, ഇപ്പോൾ അറബിക് ലാംഗ്വേജിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കണ്ടോ ആ നെയിം തന്നെ വന്ന്, പഴയ ആ നെയിം തന്നെ വന്ന്. അത് കാരണം വെച്ചാണെങ്കിൽ നമ്മളിവിടെ അറബിക്കിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെ അറബിക്ക് പോവുക, എഡിറ്റ് ചെയ്യുക, എന്നിട്ട് അറബിക് ലാംഗ്വേജിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ റവന്യൂ കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ തിരിച്ച് ഞാൻ ഇംഗ്ലീഷിലേക്ക് ഇടാം. ഇംഗ്ലീഷിലേക്ക് ഇടുമ്പോൾ കാണാൻ പറ്റും നമ്മളത് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ലോഗോ മാറ്റണം. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ലോഗോ മാറ്റണം. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണെങ്കിൽ ഇതാ ഇവിടെ നിങ്ങളെ ഇപ്പോൾ CEO നിങ്ങളെ പേരും നിങ്ങളെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഹെൽപ്പ് കെയർ, അതുപോലെ തന്നെ എബൌട്ട്, നിങ്ങളെ എബൌട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ കോൺടാക്റ്റ്, ഈ ഒരു മെനു ഉണ്ടല്ലോ, ഈ മെനു എങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ അടിയിലുള്ള ഫൂട്ടർ മെനു, കോപ്പിറൈറ്റ് മെനു നിങ്ങളത് കൊടുക്കാം. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ലോഗോ ചേഞ്ച് ചെയ്യണം. ഈ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാം. തിരിച്ച് ഇതിലേക്ക് പോവാം. ഇപ്പോൾ പേജസ് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ടൂൾസ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ടൂൾസിൻ്റെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? സെറ്റിങ്സ്, ജനറൽ സെറ്റിങ്സ്. അപ്പോൾ ജനറൽ സെറ്റിങ്സിൽ ചേഞ്ച് ആക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്തത് ഹെഡറാണ്. ഹെഡർ ക്ലിക്ക് ചെയ്യാം. ഹെഡറിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ലോഗോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോഗോ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ന് ചെയ്യുകയാണെങ്കിൽ ലോഗോ ലൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു ലോഗോ ചേഞ്ച് ചെയ്യാം. ഫുൾ ലോഗോ ഒന്ന് ചേഞ്ച് ചെയ്യാം. ലോഗോൻ്റെ ഇവിടെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫയൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പം ഓക്കെ വീഡിയോ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിലാണ് ലോഗോ ചേഞ്ച് വെച്ചിട്ടുള്ളത്. ഈ ലോഗോ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ലോഗോ ആഡ് ആയിട്ടുണ്ട്. ഈ ലോഗോ നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, ലോഗോ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ലൈറ്റിൽ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് ലോഗോ ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് അടുത്തത്. ഓക്കെ, ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിക്കൊണ്ട് തന്നെ AI വെച്ചിട്ട് തന്നെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം സിമ്പിളായിട്ട് കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ PNG ഫയൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അപ്ലോഡ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ബൂം, നമ്മളിത് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് കാര്യങ്ങളൊന്നും ശരിയില്ല. എന്ന് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്ത ലോഗോ കുറച്ച് വലിയ ലോഗോ ആണ്, അതാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഒരു സൈസിൽ, ഇപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ നിങ്ങൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്നാൽ നിങ്ങൾക്ക് വൃത്തിയുള്ള ലോഗോ കിട്ടും. ഓക്കെ, ഈ ലോഗോ ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. തിരിച്ച് ഇതിലേക്ക് പോവാം. ലോഗോ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പുതിയ ലോഗോ അപ്ലോഡ് ചെയ്യാം.
അതിൻ്റെ സൈസ് ഒന്ന് നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ മതി. ഈ ഒരു സൈസിൽ അപ്ലോഡ് ചെയ്യണം. ഈ സൈസിൽ അപ്ലോഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഇത് കിട്ടൂല. ഓക്കെ ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെലക്ട് ചെയ്യാം, കൺഫേം ചെയ്യാം, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, തിരിച്ച് നമ്മൾ ടൂൾ വരാം, റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നല്ല വൃത്തിയിൽ അങ്ങോട്ട് നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗോ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചപ്പോൾ നമ്മളെ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് ഇനി അടിയിലുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സംഭവമാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. തിരിച്ച് നമ്മളതിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ലോഗോണും ഐക്കണും ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ ഇതാ ഹെഡർ ഈ ഒരു സംഭവങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ മുന്നേ നമുക്ക് തിരിച്ച് ഇതിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഒരാളെ ഐക്കൺ കാണാൻ പറ്റും. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളെ ലോഗോ കാര്യങ്ങളൊക്കെ ഇതവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണുമെങ്കിൽ നെയിം ലൈക്ക് ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ, നമ്പർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്കീ ഡെവലപ്പർ എന്ന് വന്നിട്ട് ഇവിടത്തൊക്കെ ഫുള്ളി നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഓൺ വെബ്സൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തെന്ന് വെച്ചാണെങ്കിൽ ഇതിൻ്റെ ഫൂട്ടറാണ്. ഫൂട്ടറിലേക്ക് പോവാം. ഫൂട്ടറിലേക്ക് പോയിക്കാണെങ്കിൽ നമ്മൾ സെയിം നേരത്തെ നോക്കിയ പോലെ തന്നെ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇനി എത്ര ലാംഗ്വേജ് വേണമെങ്കിൽ ആ ലാംഗ്വേജ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി SEO കൂടി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് പോവാം. ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യാണ്, എഡിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇംഗ്ലീഷ് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എബൌട്ട്, അതുപോലെ തന്നെ ഇത് സപ്പോർട്ട്, ട്രെൻഡിങ്, ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി കോപ്പിറൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തതെന്നുള്ളത് വിചാരിച്ചോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫൂട്ടർ ചേഞ്ച് ചെയ്യാനുള്ളത് മനസ്സിലായില്ലേ. ഇനി മെനു ക്ലിക്ക് ചെയ്യാം. മെനു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. മേലോട്ട് സ്ക്രോൾ ചെയ്യാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഹെഡർ മെനു നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഹെഡർ മെനുവിൽ ഇനി വേണ്ടത് ഇതിൽ നമുക്ക് AdSense ഇതൊക്കെ അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രൈവസി പോളിസി, ഡിസ്ക്ലൈമർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ വേണം. അത് ഞാനൊരു അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ലോങ് ആവും, അതിനെക്കൊണ്ടാണ്. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ഇവിടെ നിങ്ങൾക്ക് ബ്ലോഗും കാര്യങ്ങളും ഈ ഒരു മെനൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മെനൂസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മെനൂസിൻ്റെ ഞാൻ എന്തായാലും ഒരു കറക്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പ്രൈവസി പോളിസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടാവും. പിന്നെ ഉള്ളത് സൈഡ് ബാറാണ്. സൈഡ് ബാർ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുക്കിൻ്റേത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏഡാണ് മെയിനായിട്ടുള്ള സംഭവം. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം ഏഡാണ്. ഓക്കെ, ഈ ഏഡിൻ്റെയൊക്കെ എന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഏഡിൻ്റെയൊക്കെ ഇപ്പോൾ ഓഫാണ്. ഏഡിൻ്റെ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിന് ഏണിങ്സ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ച് ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിതൊക്കെ പരസ്യത്തിൻ്റെ കോഡ് ഓൺ ആക്കിയിട്ടാണ്. ഓക്കെ, നമുക്ക് AdSense അപ്രൂവലിന് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പരസ്യം വന്നതുണ്ടോ, ഇവിടെ പരസ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പരസ്യം വന്നിട്ടുണ്ട്, ഇവിടെ പരസ്യം വന്നിട്ടുണ്ട്. ഈ യൂസേഴ്സൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഡെയിലി ആൾക്കാർ നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറുമ്പം ഇതുപോലെ പരസ്യങ്ങൾ കണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് വ്യൂ ചെയ്താലും നമുക്ക് ക്യാഷ് കിട്ടും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് തരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാം കൂടി ആയിക്കാണ് കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് തരാം. പിന്നെ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. ഓക്കെ, പിന്നെ SNDP എന്ന് ചെയ്യുകയാണെങ്കിൽ മെയിൽ സെർവറാണ്. അതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളെ മെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളെ ഈ ഡൊമൈനിൽ ഇപ്പം ഈ സപ്പോർട്ട് മെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ API കീസ്, ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ഫേസ്ബുക്കിൻ്റെ കുക്കീൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ ഡാറ്റ കൊടുക്കേണ്ടി വരും. ഇവിടെ ഡാറ്റ കൊടുത്താലേ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഫീച്ചേഴ്സ് ഇതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇവിടെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതിൻ്റെ ടൂൾസിൻ്റെ API കീ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഗൂഗിളിൻ്റെ
API നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ലൈക്ക് ഐ ആം നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, കുറേ മറ്റേ റോബോട്ടിൻ്റെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ വരും. അപ്പം ഇവിടെ നിങ്ങൾക്ക് റോബോട്ടിൻ്റെ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു വെച്ചാണെങ്കിൽ അതിനകത്ത് നമ്മളിവിടെ API കൊടുത്തിട്ടില്ല. അപ്പോൾ ഗൂഗിളിൻ്റെ API ഇവിടെ നിങ്ങൾ കൊടുക്കാം. അതെങ്ങനെ എടുക്കാമെന്നുള്ളത് ഇവിടെ തന്നെ ഒരു ലിങ്ക് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ എങ്ങനെയാണ് API കിട്ടുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ വാച്ച് ചെയ്താൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, API കീ കൊടുക്കാം. പിന്നെ പ്രോക്സിൻ്റെ ആവശ്യമില്ല. പിന്നെ ക്യാപ്ചൻ്റെ ഇത് എന്തായാലും നിങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞ ഒരു സൈറ്റിക്ക് നിങ്ങൾ എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ കംപ്ലീറ്റ് എങ്ങനെയാണ് ഇത് ഇതാക്കാന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട് ക്യാപ്ച 3. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ ഒരുപാട് ലോങ് ആവും, അതാണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, പിന്നെ ഓക്കെ, ലോഗിൻ്റെ സിസ്റ്റം ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി മെമ്പർഷിപ്പിൻ്റെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഗിൻ്റെ ഓപ്ഷൻ വെച്ചാൽ മതി. ഓക്കെ, റീഡയറക്റ്റ്. പിന്നെ ഉള്ളത് ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ലാംഗ്വേജ് വേണോ ആ ലാംഗ്വേജസ് ഒക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാത്രം ഓൺ ആക്കിയിട്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അഡ്വാൻസ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഹെഡേഴ്സ് നമുക്ക് മറ്റേ കോഡും കാര്യങ്ങളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിക്കാം. ഓക്കെ, ബാക്ക് അടിച്ച് ഇനി നമുക്ക് കസ്റ്റമായിട്ട് ഇവിടെ നമുക്ക് കോഡോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം CSS ഒക്കെ യൂസ് ചെയ്തിട്ട് ലൈക്ക് ഇപ്പം ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റം CSS വെച്ച് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ഇവിടെ ചെയ്താൽ മതി. ഹെഡറിൽ പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ബോഡി ഫൂട്ടർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് ഇൻഡെക്സിൻ്റെ ഓപ്ഷനാണ്. അത് നിങ്ങളിപ്പം ഏതെങ്കിലും ബ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ഗൂഗിൾ ഓട്ടോമാറ്റിക് വന്നോളും. ഓക്കെ, പിന്നെ എത്ര യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ റിപ്പോർട്ട്, എത്ര ആൾക്കാർ ഇപ്പം എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്താണ്ട് അപ്പോൾ നമ്മൾ വെബ്സൈറ്റിന് കുറച്ചും കൂടി ഒരു സ്പീഡ് കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് സൈറ്റ് മാപ്പാണ്. ഇപ്പോൾ നമുക്ക് സൈറ്റ് മാപ്പ് നമ്മൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് വേണ്ടത് നമ്മളെ സെർച്ച് കൺസോളിലാണ്. അതൊക്കെ ഞാൻ ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതൊക്കെ വരുന്നത് AdSenseലാണ്. അപ്പം പിന്നെ ലൈസൻസ് ലൈസൻസ് കോഡും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ ഗായ്സ്, ഇത്രേ ഉള്ളൂ. നമ്മൾ AI ടൂൾ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട്, അതാകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഒരുപാട് വീഡിയോ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിനെക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതുപോലത്തെ ടൂൾസൊക്കെ മറ്റുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നതാണ്. മറ്റുള്ളവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു എമൗണ്ട്, ഒരു 50,000 റുപ്യെങ്കിലും മിനിമം അവരുടെ നിന്ന് വാങ്ങാൻ പറ്റും. കാരണം ഈ ടൂൾസിനൊക്കെ നല്ല ബഡ്ജറ്റുള്ള, കാരണം പുറത്തേക്കൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ആയിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഏഡിൻ്റെ ഓപ്ഷനാണ് നമുക്ക് മെയിനായിട്ട് വരുമാനം ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ ഇനി വേറെ ആരുടെങ്കിലും എന്തെങ്കിലും പരസ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പരസ്യം ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും അപ്ലിക്കേറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ അപ്ലിക്കേറ്റ് ലിങ്കും ഇതിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആക്കി അടുത്ത വീഡിയോയിൽ ചെയ്തുതരാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, യൂസ്ഫുൾ വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.